നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിനെ എല്ലാവർക്കും അറിയോ? ആരാധകരെ കണ്ട. അപ്പോ ഈ മലയാള ഫിലിമിനെ തന്നെ വൺ മാൻ ഷോ ആക്കി മാറ്റിയ ഒരാളാണല്ലോ ഇദ്ദേഹം. അതെ, എന്താ കുഴപ്പം? ഇപ്പൊ ഒറ്റ സിനിമ എടുത്തിട്ട് തന്നെ ഒറ്റയടിക്ക് ഫേമസ് ആയി. അതിനൊന്നും ഇല്ലേ? അപ്പോ എന്താണ് ഈ സന്തോഷ് പണ്ഡിറ്റ് അപ്രോച്ച് ടു ദ ഫിലിം? അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ രണ്ടുപേരെയും അഭിപ്രായം? എന്താണ് അദ്ദേഹത്തിന്റെ സിനിമയെ കുറിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത്? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം. സൗകര്യം പോലെ ഇരുന്ന് വായിക്കും. രാജുവേട്ടാ, ഒരു ദിവസം പെട്ടെന്ന് സന്തോഷ് പണ്ഡിറ്റ് വന്നിട്ട് രാജുവേട്ടനെ അഭിനയിക്കാൻ വിളിക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും രാജുവേട്ടന്റെ പ്രതികരണം? അഭിനയിക്കാൻ പോവോ? ഒന്ന്, ഈ സന്തോഷ് പണ്ഡിറ്റ് എന്നല്ല ആർക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാളുടേത് എന്ന് അവകാശപ്പെടാവുന്ന ഒരു സൃഷ്ടി സിനിമയിൽ ഉണ്ടാക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. 100% ഞാൻ യോജിക്കുന്നു. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് ആണെങ്കിലും സ്റ്റീവൻ സ്പീൽബർഗ് ആണെങ്കിലും നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും എനിക്കൊരു സിനിമ എടുക്കണം എന്ന് തോന്നിയാൽ പാടില്ല എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. സന്തോഷ് പണ്ഡിറ്റിന് സിനിമ എടുക്കണമെങ്കിൽ അയാൾക്ക് സിനിമ എടുക്കാം. അങ്ങനെ ഒരു സിനിമ ഉണ്ടായി, അത് കാണണോ കാണാതിരിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കും എനിക്കുമുണ്ട്. ശരിയാണല്ലോ. സന്തോഷ് പണ്ഡിറ്റിന് നല്ലതെന്ന് തോന്നിയ ഒരു സിനിമ അയാൾ സൃഷ്ടിച്ചു, അത് അയാൾ തിയേറ്ററുകളിൽ എത്തിച്ചു, നിങ്ങളത് കണ്ടു. ആ സിനിമയുടെ മുടക്കുമുതൽ വെച്ച് എൻ്റെ ഊഹം അതൊരു വലിയ ഹിറ്റ് ആയിരിക്കുമെന്നാണ്. കാരണം ഇത്രയും ആൾക്കാരൊക്കെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമയുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിക്കാണും. അപ്പൊ സത്യത്തിൽ ഇവിടെ വിജയിച്ചത് സന്തോഷ് പണ്ഡിറ്റ് തന്നെ. സന്തോഷ് പണ്ഡിറ്റ് ഒരു സിനിമ എടുക്കുമ്പോൾ അയാളുടെ ഉദ്ദേശം എന്താണ്? ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ സിനിമ കണ്ടിരിക്കണം. എങ്ങനെയെന്ന് എനിക്കറിയില്ല, അയാളുടേതായ മാർഗത്തിലൂടെ അത് അയാൾ സാധിച്ചെടുത്തു. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായി. രണ്ടാമത്തെ ചോദ്യം, സന്തോഷ് പണ്ഡിറ്റ് എൻ്റെ അടുത്ത് ഒരു കഥ പറയാൻ വരികയാണെങ്കിൽ ആര് കഥ പറയാൻ വന്നാലും കേൾക്കാൻ തയ്യാറാകുന്ന ഒരാളാണ് ഞാൻ. ഒരു പുതിയ സംവിധായകനാണെങ്കിലും ആരാണെങ്കിലും. സന്തോഷ് പണ്ഡിറ്റ് ഒരു കഥ എഴുതി അത് പൃഥ്വിരാജ് കഥയൊന്ന് കേൾക്കണം എന്ന് എൻ്റെ സമയം ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു ക്രിയേറ്റർ ഒരു ആക്ടർ എന്നുള്ള ഏക ബന്ധം വെച്ച് അയാളുടെ കഥ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. സബ്സ്ക്രൈബ് ചെയ്യാമോ? മതിയോ?